എല്ലാ അമ്മമാർക്കും സജ്ജനങ്ങൾക്കും നമസ്കാരം. നാം എല്ലാവരും വൈകാശി വിശാഖത്തിന്റെ പുണ്യതയിലാണിന്ന്. സുബ്രഹ്മണ്യ സ്വാമി മനസ്സറിഞ്ഞ് നമ്മൾ എന്ത് ചോദിച്ചാലും കനിഞ്ഞ് അനുഗ്രഹിച്ചു തരുന്ന ഒരു അപൂർവ ഭാഗ്യ ദിവസമാണിന്ന്. അമ്മമാരെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ പ്രപഞ്ചത്തിൽ ഒരമ്മയ്ക്ക് തന്റെ മക്കളെക്കാൾ വലുതായി മറ്റെന്തെങ്കിലും ഉണ്ടോ? മക്കൾക്ക് ചെറിയൊരു പനി വന്നാല്, അവർക്കൊന്ന് വിഷമിച്ചാല്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തടസ്സം വന്നാല് സ്വന്തം നെഞ്ചു പൊട്ടി ഭഗവാന്റെ നടയിൽ കണ്ണീരൊഴുക്കുന്നവളാണ് ഏതൊരമ്മയും. ലോകം മുഴുവൻ കൈവിട്ടാലും സ്വന്തം മകനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന അമ്മ മനസ്സിന്റെ പ്രതീകമാണ് ജഗദംബികയായ പാർവതീദേവി. ഒന്ന് ആലോചിച്ചു നോക്കൂ. താരകാസുരനെ നിഗ്രഹിക്കാൻ പോകുന്ന വേളയിൽ സർവ്വലാവണ്യവാനായ തന്റെ ബാലമുരുകന്റെ കൈകളിലേക്ക് ശക്തിവേലെടുത്തു കൊടുക്കുമ്പോൾ അമ്മ പാർവതീദേവിയുടെ മനസ്സിൽ എന്തായിരുന്നിരിക്കും? ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സംരക്ഷണവും എന്റെ മകന്റെ കൈകളിൽ ഭദ്രമാണെന്ന ആ അമ്മയുടെ വിശ്വാസവും പ്രാർത്ഥനയുമാണ് ആ വേൽ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഒരമ്മ മനസ്സുരുകി വിളിച്ചാൽ ആ വിളി കേൾക്കാൻ വേൽ മുരുകൻ ഒപ്പമുണ്ടാവും. അമ്മയുടെ വിളി മുരുകൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഇന്ന് മെയ് 30 ശനിയാഴ്ച, ഈ ഒരു വർഷത്തെ ഏറ്റവും പുണ്യപൂർണമായ വൈകാശി വിശാഖം, പാർവതി ദേവിയുടെ പ്രാർത്ഥന സഫലമായ ലോകരക്ഷയ്ക്കായി ഭഗവാൻ സുബ്രഹ്മണ്യൻ അവതാരമെടുത്ത പരമപവിത്രമായ ദിവസം. ഇന്ന് നിങ്ങളുടെ മക്കളുടെ പേരില് അവരുടെ ആയുസ്സിനും ആരോഗ്യത്തിനും പഠനത്തിനും ജീവിതത്തിലെ ഉയർച്ചയ്ക്കുമായി നിങ്ങൾ ഒരു ചെറിയ കാര്യം വീട്ടിൽ ചെയ്താൽ മുരുകൻ അത് കേൾക്കും. നമ്മുടെ സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി അമ്മ മനസ്സിന്റെ ആഗ്രഹം എന്താണോ അത് ഇന്ന് തന്നെ നിവർത്തിച്ചു തരുന്നതാണ്. ഇന്ന് സന്ധ്യയ്ക്ക് നിങ്ങളുടെ പൂജാമുറിയിൽ ഒരു പ്രത്യേക വിളക്ക് തെളിയിക്കണം. അത് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ ഇരുട്ടെല്ലാം മാറ്റി വെളിച്ചം നിറയ്ക്കുന്നതാണ്. അതേത് വിളക്കാണെന്നും ഈ ദിവസത്തിന് ജ്യോതിഷപരമായി ഇത്രയധികം ഇരട്ടി മഹിമ വരാൻ കാരണം എന്താണെന്നും നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ എല്ലാ അമ്മമാരും ശ്രമിക്കണം കേട്ടോ. അതിനു മുമ്പ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ വൈകാശി വിശാഖം എന്ന് പറയുന്നത് വെറും ഒരു ദിവസമല്ല അമ്മമാരെ. ഇടവ മാസത്തിലെ വിശാഖം നക്ഷത്രവും പൗർണമിയും ഒത്തുചേരുന്ന സുദിനമാണിത്. ഭഗവാൻ ശിവന്റെ തൃക്കണ്ണിൽ നിന്നും പുറപ്പെട്ട 6 ദിവ്യ അഗ്നികള് ശരവണ പൊയ്കയിലെ താമരപ്പൂക്കളിൽ പതിക്കുകയും അത് 6 സുന്ദരന്മാരായ കുട്ടികളായി മാറുകയും ചെയ്ത ദിവസമാണിന്ന്. ആ 6 കുട്ടികളെയും സ്വന്തം മക്കളെ പോലെ സ്നേഹത്തോടെ വളർത്തിയത് കാർത്തിക പെൺകുടിമാരാണ്. അതുകൊണ്ടാണ് ഭഗവാന് കാർത്തികേയൻ എന്ന പേര് ലഭിക്കുന്നത്. ഒടുവിൽ പാർവതി ദേവി വന്ന ആ 6 കുഞ്ഞുങ്ങളെയും ഒരൊറ്റ ശരീരമായി നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോഴാണ് ഭഗവാൻ ഷൺമുഖനായി മാറിയത്. മക്കൾക്ക് വേണ്ടി വളർത്തമ്മമാർ ചെയ്ത ആ സ്നേഹത്തിന്റെ പുണ്യം കൂടി ഈ വിശാഖ നാളിലുണ്ട്. പല അമ്മമാരും വിഷമത്തോട് ചോദിക്കാറുണ്ട്, എൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് എത്ര പഠിച്ചിട്ടും പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നില്ല, ചിലർക്ക് പ്രായമായിട്ടും നല്ലൊരു ജോലി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ സ്വഭാവത്തിൽ ഭയങ്കര ദേഷ്യമാണ്, രോഗങ്ങളാണ്, അല്ലെങ്കിൽ എത്ര ആലോചിച്ചിട്ടും നല്ല വിവാഹാലോചനകളൊന്നും വരുന്നില്ല, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരുപാട് അമ്മ മനസ്സുകൾ ഇങ്ങനെ വിഷമിച്ച് ചോദിക്കാറുണ്ട്. ജാതക പ്രകാരമുള്ള ദോഷങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മുൻപ് ചെയ്ത കർമ്മദോഷങ്ങൾ കൊണ്ടോ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഇങ്ങനെ ഉണ്ടായേക്കാം. എന്നാൽ ഇത്തവണ ഭഗവാന്റെ വലിയൊരു അനുഗ്രഹം കൂടി നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. സാധാരണ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വൈകാശി വിശാഖം പൗർണമി ദിവസമാണ് ആഘോഷിക്കാറുള്ളത്. എങ്കിലും ഇത്തവണ മെയ് 30 ശനിയാഴ്ച പകൽ കൃത്യം 11:58 പൗർണമി തിഥി ആരംഭിക്കുന്നത്. അതായത് ശനിയാഴ്ച പുലർച്ചെ ഭഗവാന്റെ ജന്മനക്ഷത്രമായ വിശാഖം നക്ഷത്രത്തിൽ ദിവസം തുടങ്ങുന്നു. തുടർന്ന് പകല് പൗർണമി തിഥി കൂടി ഇതിലേക്ക് വന്നു ചേരുകയാണ്. അതുകൊണ്ട് നമ്മൾ വൈകുന്നേരം സന്ധ്യയ്ക്ക് പൂജ ചെയ്യുമ്പോൾ അവിടെ വിശാഖം നക്ഷത്രത്തിന്റെ പവിത്രതയും ഒപ്പം പൂർണ്ണചന്ദ്രന്റെ പ്രഭയുമുള്ള പൗർണമി തിഥിയും ഒരേ സമയത്ത് ഒത്തുചേർന്ന് വരികയാണ്. മനസ്സിന്റെ കാരകനായ ചന്ദ്രൻ പൂർണ്ണനായി നിൽക്കുന്ന പൗർണമി സമയത്ത് മക്കൾക്കായി പ്രാർത്ഥിക്കുന്നത് അവരുടെ മനസ്സിലെ സകല അസ്വസ്ഥതകളും ദേഷ്യവും മാറ്റി നല്ല ബുദ്ധിയും സമാധാനവും നൽകാൻ ഇരട്ടി ഫലമാണ് തരുന്നത്. ഇനി ശനിയാഴ്ച ദിവസം വരുന്നത് കൊണ്ട് ശനിദശയും 7.5 ശനിയും ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന മക്കൾക്ക് ഈ പ്രാർത്ഥന വലിയൊരു കാവലായി മാറുന്നതാണ്. ഇനി അമ്മമാരെ ജോലി തിരക്കുകൾ കാരണം വൈകുന്നേരം വരെ കാത്തിരിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇന്ന് പകല് 11:58 1:20 ഇടയിലുള്ള ഒരു പുണ്യ മുഹൂർത്തമുണ്ട്. അതായത് 1:20 വരെയാണ് വിശാഖം നക്ഷത്രമുള്ളത്. ഈ ഒരു സമയത്ത് സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ അതിശക്തമായ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് 11:58 മുതൽ 1:20 വരെയുള്ള ഈ ഒരു സമയത്ത് പൂജാമുറിയിൽ അമ്മമാർക്ക് ഒരു ചെറിയ വിളക്ക് തെളിയിച്ച് മക്കൾക്കായിട്ട് ഓം ശരവണഭവ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഈ സമയത്ത് ഭഗവാൻ ഒരു സ്പൂൺ പായസമോ അല്പം കൽക്കണ്ടമോ മധുരമായി നിവേദിച്ചാൽ മക്കളുടെ ജീവിതത്തിലും മധുരം നിറയുന്നതാണ്.
അവരുടെ പഠന തടസ്സങ്ങളും ദോഷങ്ങളും ഒക്കെ വേഗത്തിൽ മാറി മറിയുന്നതാണ്. ഈ 11:58 1:20 ഇടയിലുള്ള ഈ ഒരു ശുഭമുഹൂർത്തത്തിൽ ഈ ഒരു കാര്യം ചെയ്താൽ ഏറ്റവും നല്ലതാണ്. ഇനി സന്ധ്യയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. ഇന്ന് വൈകുന്നേരം സന്ധ്യാസമയത്ത് നിങ്ങളുടെ വീട്ടിൽ ചെയ്യേണ്ട ഏറ്റവും ലളിതവും എന്നാൽ അതിശക്തവുമായ ആ ഒരു വഴിപാടിലേക്ക് കടക്കാം. ഇതിന് പറയുന്ന പേര് ഷൺമുഖ വിളക്ക് സമർപ്പണം എന്നാണ്. മുരുകന്റെ 6 മുഖങ്ങളെയും ആവാഹിച്ചുകൊണ്ട് വീട്ടിൽ വിളക്ക് തെളിയിക്കുന്ന ഒരു രീതിയാണിത് കേട്ടോ. ഇത് നിങ്ങളുടെ മക്കളുടെ പേരിൽ നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം. കാരണം ഈ അപൂർവ മുഹൂർത്തം ഇനി വരണമെങ്കിൽ 1 വർഷം നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനായി വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. നിങ്ങളുടെ വീട്ടിലുള്ള ഒരു നല്ല നിലവിളക്ക്, അതായത് നിങ്ങൾ സാധാരണയായിട്ട് കത്തിക്കുന്ന ഒരു നിലവിളക്ക്, പശുവിൻ നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണ, എള്ളെണ്ണ, ഇനി 6 തിരികൾ, പഞ്ഞിത്തിരികളാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ചുവന്ന നിറത്തിലുള്ള ഏതെങ്കിലും പുഷ്പങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ചുവന്ന നിറത്തിലുള്ള പുഷ്പങ്ങൾ, അതായത് ചെമ്പരത്തിയോ തെച്ചിപ്പൂവോ ഒക്കെ ഏതെങ്കിലും, ചുവന്ന റോസപ്പൂ ആണെങ്കിലും മതി. ഇനി ഇത് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ഇന്ന് വൈകുന്നേരം കൃത്യം സന്ധ്യാസമയത്ത്, അതായത് 5:45, 5:45, 6:30, 6:30 ഇടയിലുള്ള ഒരു സമയം. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയാം. വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആദ്യം പൂജാമുറിയും വിളക്കുമെല്ലാം നന്നായി തുടച്ച് വൃത്തിയാക്കണം കേട്ടോ. അതിനുശേഷം നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഫോട്ടോ ഉണ്ടാവില്ല, ആ ഫോട്ടോയ്ക്ക് മുൻപിൽ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിരിക്കുന്ന പുഷ്പങ്ങളൊക്കെ തന്നെ നമ്മൾക്ക് സമർപ്പിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ വിളക്കിലേക്ക് നെയ്യോ നല്ലെണ്ണയോ എന്താണോ നമ്മൾ കത്തിക്കാനായിട്ട് സാധാരണ ഉപയോഗിക്കുന്നത് അത് നമ്മൾ വിളക്കിലേക്ക് ഒഴിക്കുക കേട്ടോ. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 6 തിരി ഉണ്ടല്ലോ, ആ 6 തിരികൾ വീതം നമ്മൾ വിളക്കിലേക്ക് ഇടണം. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ നമ്മൾ 1 2 തിരിയൊക്കെ ഇട്ടാണ് നിലവിളക്ക് കൊളുത്താറുള്ളതല്ലേ. എന്നാൽ ഇന്ന് മുരുകന്റെ 6 മുഖങ്ങളെ സങ്കല്പിച്ചുകൊണ്ട് വേണം, ഓർത്തുകൊണ്ട് വേണം നമ്മൾ ഈ 6 തിരികൾ നിലവിളക്കിലേക്ക് ഇടാനായിട്ട്. ഇതിൽ 4 തിരികൾ 4 ദിക്കുകളിലേക്ക് ആദ്യം തന്നെ ഇടണം. അതായത് കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്. ഒരു തിരി വടക്ക് കിഴക്ക്, അതായത് ഈശാനകോൺ ഭാഗത്തേക്കും മറ്റൊരു തിരി തെക്ക് കിഴക്ക്, അതായത് അഗ്നികോൺ ഭാഗത്തേക്കും ദർശനമായിട്ട് വെക്കുക. അതായത് വിളക്കിന് ചുറ്റുമായി 6 തിരികൾ വരണം. തുടർന്ന് നമ്മൾക്ക് വിളക്ക് കൊളുത്താവുന്നതാണ്. ഇനി വിളക്ക് എങ്ങനെയാണ് കൊളുത്തേണ്ടത്? ആദ്യ തിരി കത്തിച്ചതിന് ശേഷം ബാക്കി തിരികൾ പ്രദക്ഷിണമായിട്ട് വേണം കത്തിക്കാനായിട്ട്. ആദ്യ തിരി എന്ന് പറയുന്നത് കിഴക്ക് ദിക്കിലെ തിരി വേണം നമ്മൾ ആദ്യം കത്തിക്കാനായിട്ട്. അതിനുശേഷം നമ്മളുടെ വലത് കൈ വലത്ത് വശത്തേക്ക് മാത്രം ചലിപ്പിക്കുക. അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് ബാക്കി തിരികൾ നമ്മൾ കത്തിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ കത്തിക്കാൻ പോകുന്നത് തെക്ക് കിഴക്ക് ഭാഗത്തെ തിരിയാവും. മൂന്നാമത് തെക്ക് ഭാഗത്തെ തിരി കത്തിക്കും. നാലാമതായിട്ട് പടിഞ്ഞാറ് ഭാഗത്തുള്ള തിരി കത്തിക്കും. അഞ്ചാമതായിട്ട് വടക്ക് ഭാഗത്തെ തിരി കത്തിക്കും. ആറാമതായിട്ട് നമ്മൾ വടക്ക് കിഴക്ക് ഭാഗത്തെയും തിരി കത്തിച്ച് 6 തിരികളും അങ്ങനെ നമ്മൾ ഭഗവാന്റെ സുബ്രഹ്മണ്യ സ്വാമിയുടെ നാമം മനസ്സിൽ സ്മരിച്ച്, ഭഗവാന്റെ ആ ഒരു രൂപം മനസ്സിൽ സ്മരിച്ച് ഉറപ്പിച്ച് നമ്മൾ അങ്ങനെ 6 തിരികളും കത്തിക്കേണ്ടതായിട്ടുണ്ടല്ലേ. 6 തിരികളും അങ്ങനെ തെളിഞ്ഞ് കത്തുമ്പോൾ ആ പൂജാമുറിയിൽ നമ്മൾക്ക് അതിശക്തമായ ഒരു സാന്നിധ്യം നമ്മൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. ഉറപ്പായിട്ടും അത് ഭഗവാൻ ഷൺമുഖന്റെ സാന്നിധ്യമാണ്. ഭഗവാന്റെ 6 മുഖങ്ങൾ വെറുതെ ഉള്ളതല്ല അമ്മമാരെ, അവ ഓരോന്നും ഓരോ ഗുണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് കാരുണ്യം, ജ്ഞാനം, ധീരത, ദുഷ്ടനിഗ്രഹം, ഭക്തരക്ഷ, സ്നേഹം, ഈ 6 ഗുണങ്ങളും അമ്മമാരുടെ മക്കൾക്ക് സിദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വിളക്ക് തെളിയിക്കുന്നത് എന്ന് എല്ലാവരും മനസ്സിൽ വിചാരിക്കുക കേട്ടോ. ഇനി വിളക്ക് കൊളുത്തിയ ശേഷം അതിനു മുന്നിൽ ഒരു ചുവന്ന പൂവ് സമർപ്പിക്കുക. മുരുകൻ ഏറ്റവും പ്രിയപ്പെട്ടത് ചുവപ്പ് നിറമാണ്. ചുവന്ന ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. ജ്യോതിഷപ്രകാരം ചൊവ്വാഗ്രഹത്തിന്റെ അധിപനാണ് ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമി. അതുകൊണ്ട് ജാതകത്തിൽ ചൊവ്വാദോഷം കാരണം വിവാഹം നീണ്ടുപോകുന്നതോ പഠനത്തിലെ തടസ്സങ്ങൾ നേരിടുന്നതോ ആയ മക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരമ്മ ഈ വിശാഖ നാളിൽ പ്രാർത്ഥിച്ചാൽ ആ ചൊവ്വാദോഷത്തിന്റെ തീക്ഷ്ണത കുറയുകയും മക്കളുടെ ജീവിതത്തിൽ നല്ലൊരു വഴി തുറക്കുകയും ചെയ്യും. പൂവ് സമർപ്പിച്ചതിന് ശേഷം ഒരു പീഠത്തിലോ പായയിലോ കിഴക്കോട്ട് ദർശനമായിട്ടിരുന്ന് നിങ്ങൾ മക്കളെ മനസ്സിൽ വിചാരിക്കുക കേട്ടോ. അവരുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരണം. എന്നിട്ട് ഈ ലളിതമായ മന്ത്രം ജപിക്കുക. ഓം ശരവണഭവ. ഈ ഒരൊറ്റ മന്ത്രം ഭഗവാന്റെ 6 അക്ഷരങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഷ എന്നാൽ ലക്ഷ്മി കടാക്ഷവും, രാ എന്നാൽ സരസ്വതി കടാക്ഷവും, അതായത് നല്ല ബുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. വാ എന്നാൽ ആയുസ്സും ആരോഗ്യവും, ണ എന്നാൽ ശത്രുനാശവും, ഭ എന്നാൽ ദോഷ നിവാരണവും, വാ എന്നാൽ രോഗശാന്തിയും. കണ്ടോ അമ്മമാരെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടതെല്ലാം ഈ 6 അക്ഷര മന്ത്രത്തിലുണ്ട്. ഇതിന്ന് വൈകുന്നേരം വിളക്കിന് മുന്നിൽ ഇരുന്ന് 108 തവണ ജപിക്കുക. സമയമില്ലാത്ത അമ്മമാർക്ക് 18 തവണയെങ്കിലും ജപിക്കാവുന്നതാണ്. മന്ത്രം ജപിക്കുമ്പോൾ ഓരോ തവണയും എൻ്റെ മകന്റെ അല്ലെങ്കിൽ മകളുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങൾ മാറണമേ എന്ന് അമ്മ മനസ്സുരുക്കി പ്രാർത്ഥിക്കണം. നിവേദ്യമായിട്ട് ഭഗവാൻ എന്തെങ്കിലും ഈ ഒരു സമയത്ത് നമ്മൾക്ക് സന്ധ്യയ്ക്ക് സമർപ്പിക്കാവുന്നതാണ്. വലിയ ആർഭാടങ്ങളൊന്നും വേണ്ട കേട്ടോ. ഭഗവാൻ ഒരു ചെറിയ കുട്ടിയാണ്.
അല്പം കൽക്കണ്ടമോ കിസ്മിസോ അതുമല്ലെങ്കിൽ അല്പം പഞ്ചസാരയോ ഒരു ചെറിയ പാത്രത്തിൽ വെച്ച് നമ്മൾക്ക് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലും പഴവും ആണെങ്കിലും മതി. ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സുബ്രഹ്മണ്യ സ്വാമിക്ക് ഒരു നിവേദ്യം സമർപ്പിക്കുമ്പോൾ അതിനു മുൻപ് ഗണപതി ഭഗവാനും കൂടി അതേ നിവേദ്യം സമർപ്പിച്ചതിന് ശേഷം വേണം സുബ്രഹ്മണ്യ സ്വാമിക്ക് സമർപ്പിക്കാനായിട്ട്. പൂജയെല്ലാം കഴിഞ്ഞ് നിവേദ്യം നിങ്ങളുടെ മക്കൾക്ക് കഴിക്കാൻ കൊടുക്കുക. അവർ ദൂരനാട്ടിലോ വിദേശത്തോ മറ്റോ ആണെങ്കിൽ അവരുടെ പേര് വിചാരിച്ച് നിങ്ങൾ തന്നെ ഇത് കഴിക്കുക കേട്ടോ. അതിന്റെ ഫലം കൃത്യമായി ആ മക്കളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. അമ്മമാരെ, സ്വന്തം മക്കളുടെ ഐശ്വര്യത്തിനായി അമ്മ ചെയ്യുന്ന പ്രാർത്ഥനയോളം വലിയൊരു വഴിപാടും ഈ ഭൂമിയിലില്ല. ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ഈ 6 തിരിയിട്ട വിളക്ക് തെളിഞ്ഞു കത്തുമ്പോൾ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും ആ വേലിന്റെ മൂർച്ചയിൽ തകർന്ന് തരിപ്പണമാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവരെല്ലാവരും തന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോവുക. നിങ്ങളെ കൊണ്ട് കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. ഇനി വഴിപാടുകളൊന്നും ചെയ്യാൻ കഴിയില്ല വെച്ചാലും സാരില്ല, നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് പുഷ്പങ്ങൾ കൊണ്ടുപോയി ഭഗവാന് സമർപ്പിച്ചാലും മതിയാവും. കണ്ണ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് കൈകൂപ്പി എൻ്റെ സുബ്രഹ്മണ്യ സ്വാമി എന്ന് വിളിക്കുന്ന ആ ഒരു വിളി മതി ഭഗവാന്. അത് തന്നെ ഏറ്റവും വലിയ നിവേദ്യമായിട്ടാണ് ഭഗവാൻ കണക്ക് കൂട്ടുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അമ്മമാർ ചെയ്യുക. ഉറപ്പായിട്ടും അമ്മ മനസ്സിനെ ഇപ്പം വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ ചൊല്ലി എന്തൊക്കെ കാര്യത്തിൽ ഇപ്പം വിഷമിച്ചുകൊണ്ടിരിക്കുന്നോ ആ വിഷമങ്ങൾക്കൊക്കെ ഉറപ്പായിട്ടും ഒരു തീർപ്പ് സുബ്രഹ്മണ്യ സ്വാമി ഇന്നത്തെ ദിവസത്തോടു കൂടി നിങ്ങൾക്ക് മുൻപോട്ടുള്ള ദിവസങ്ങളിൽ കാട്ടിത്തരും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ 6 തിരിയിട്ട നിലവിളക്ക് ഇന്ന് പൂജാമുറിയിൽ കൊളുത്തിവെക്കുക. അതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് 11:58-നും 1:20-നും ഞാൻ പറഞ്ഞു ഭഗവാന്റെ ശക്തമായ സാന്നിധ്യം നമ്മുടെ ഭൂമിയിൽ, നമ്മുടെ വീടുകളിൽ പോലും അനുഭവവേദ്യമാകുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്തും ഭഗവാൻ ഒരു നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് എന്തെങ്കിലും ഒരു മധുരം നിവേദ്യമായിട്ട് ഒരു പഴമാണെങ്കിലും മതി സമർപ്പിച്ചിട്ട് ആ ഒരു സമയവും ഓം ശരവണഭവ മന്ത്രം മക്കളെയും ആലോചിക്കണം ഭഗവാനെയും ആലോചിച്ചുകൊണ്ട് ആ ഒരു പൂജാമുറിയിൽ കുറച്ച് സമയം ഒന്ന് ചിലവഴിച്ചൊന്ന് ചൊല്ലി നോക്കൂ. തീർച്ചയായിട്ടും അമ്മ മനസ്സുകളുടെ വിഷമങ്ങളെല്ലാം മാറുന്നതായിരിക്കും. സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെയും വിഘ്നേശ്വരന്റെയും മഹാദേവന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം അമ്മമാരുടെ ജീവിതത്തോട് ചേർന്ന് എല്ലായ്പ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം ശരവണഭവ.